പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. മഞ്ഞളിനെക്കുറിച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന മിഥ്യാധാരണകളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്ന മഞ്ഞൾ ഗുരുവുമായുള്ള പ്രത്യേക അഭിമുഖമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. മീരക്കുട്ടി, എന്നെ ഇങ്ങനെ നോക്കി നിന്നാൽ മതിയോ? അതോ എന്റെ സ്വർണ്ണ രഹസ്യങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുണ്ടോ? അയ്യോ, അങ്ങ് സംസാരിക്കുമോ? ഒരു മഞ്ഞളിന് സംസാരിക്കാൻ കഴിയുമോ? അതേ മീരക്കുട്ടി, കറിക്ക് നിറം നൽകുന്നതിനപ്പുറം ആരോഗ്യത്തിന്റെ അമൂല്യമായ പാഠങ്ങൾ എനിക്ക് പകർന്നു നൽകാനുണ്ട്. എന്റെ ആരോഗ്യരഹസ്യങ്ങൾ മീര ആവശ്യപ്പെട്ടാൽ ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്താം. തീർച്ചയായും ഗുരോ, അതറിയാനാണ് ഞാൻ വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ മഞ്ഞൾ ഗുരോ, അങ്ങയെ ഇത്രയധികം വിശേഷപ്പെട്ടതാക്കുന്നത് എന്താണ്? അതേ മീരക്കുട്ടി, എന്റെ ഏറ്റവും വലിയ ശക്തി എന്റെ ഉള്ളിലെ കുർക്കുമിൻ എന്ന ഘടകമാണ്. ഞാനൊരു ഉത്തമമായ ആന്റി ഇൻഫ്ലമേറ്ററിയാണ്. അതായത് ശരീരത്തിലെ നീർക്കെട്ടും വേദനയും കുറയ്ക്കാൻ ഞാൻ അതിശക്തനാണ്. പ്രകൃതിദത്തമായ ഒരു വേദന സംഹാരി എന്ന് പറയാം. സന്ധിവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണെന്നാണോ? തികച്ചും ശരിയാണ്. അതുപോലെ ഞാനൊരു മികച്ച ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ ഞാൻ സഹായിക്കും. ചുരുക്കത്തിൽ, ഞാൻ യുവത്വത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു എലിക്സർ പോലെയാണ്. അപ്പോൾ ചർമ്മസൗന്ദര്യത്തിനും അങ്ങ് നല്ലതാണല്ലേ? സംശയമുണ്ടോ? തിളക്കമുള്ളതും ആരോഗ്യകരവുമായ ചർമ്മത്തിന് എന്നെ ഉപയോഗിക്കുന്നവർ നിരവധിയാണ്. കൂടാതെ ദഹനത്തിനും പ്രതിരോധശേഷിക്കും ഞാൻ ഉത്തമനാണ്. എന്റെ സാന്നിധ്യം മസ്തിഷ്ക ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും ഗുണം ചെയ്യുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മഞ്ഞളിനെക്കുറിച്ച് ഞാൻ ചില വിചിത്രമായ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങ് എല്ലാം സുഖപ്പെടുത്തുമോ? ആഹാ, അതാണല്ലേ പ്രധാന മിഥ്യാധാരണ. മിഥ്യാധാരണ 1: ഞാനൊരു മാന്ത്രിക വടിയാണ്. ഞാൻ ശക്തനാണെങ്കിലും ഞാനൊരു സൂപ്പർ ഫുഡ് മാത്രമാണ്. സർവ്വരോഗസംഹാരിയല്ല. ഗുരുതരമായ രോഗങ്ങൾക്കെല്ലായ്പ്പോഴും വൈദ്യസഹായം തേടണം. പിന്നെ ഇത് ഒരുപാട് കഴിച്ചാൽ ശരീരം മഞ്ഞളായി മാറുമോ? മിഥ്യാധാരണ 2: ശരീരം മഞ്ഞ നിറമാകും. എന്റെ നിറം വിരലുകളിലോ വസ്ത്രങ്ങളിലോ താൽക്കാലികമായി പറ്റിപ്പിടിക്കുമെങ്കിലും എന്നെ കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരം സ്ഥിരമായി മഞ്ഞയാവില്ല. ദിവസവും മഞ്ഞൾ ലായനിയിൽ കുളിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ. പച്ചമഞ്ഞളും പൊടിച്ച മഞ്ഞളും തമ്മിൽ വ്യത്യാസമുണ്ടോ? മിഥ്യാധാരണ 3: പൊടിച്ച മഞ്ഞൾ പച്ചമഞ്ഞളിന് തുല്യമാണെന്ന്. അങ്ങനെയല്ല. പച്ചമഞ്ഞളിൽ സാധാരണയായി കൂടുതൽ തൈലങ്ങളും പുതുമയുമുണ്ട്. പൊടി സൗകര്യപ്രദമാണെങ്കിലും പച്ചമഞ്ഞളാണ് പൂർണ്ണമായ ഗുണങ്ങൾ നൽകുന്നത്. അപ്പോൾ അങ്ങയുടെ അത്ഭുതകരമായ ഗുണങ്ങൾ എങ്ങനെയാണ് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടത്? മികച്ച വഴി: സ്വർണ്ണ നിയമങ്ങൾ. കറുത്ത കുരുമുളകിനൊപ്പം എന്നെ ഉപയോഗിക്കൂ. ഇത് വളരെ നിർണായകമാണ്. കുരുമുളകിലെ പൈപ്പറിനെന്റെ കുർക്കുമിൻ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അല്ലെങ്കിൽ ഞാൻ വെറുതെ കടന്നുപോകും. എന്റെ ശക്തിക്ക് അവനൊരു കൂട്ടായി വരും. കൊഴുപ്പുള്ളവയോടൊപ്പം ചേർക്കുക: ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ, നെയ്യ്. ഞാൻ കൊഴുപ്പിൽ ലയിക്കുന്നവനാണ്. അതുകൊണ്ട് അല്പം ആരോഗ്യകരമായ കൊഴുപ്പ് എന്റെ ഗുണങ്ങൾ ശരീരത്തിന് ലഭ്യമാക്കാൻ സഹായിക്കും. ഗോൾഡൻ മിൽക്കിലോ കറികളിലോ എന്നെ ചേർക്കുന്നത് ഓർക്കുക. പുതിയത് ചതച്ചുപയോഗിക്കൂ. സ്മൂതികളിലോ ജ്യൂസുകളിലോ തോരനിലോ രാവിലെ ചായയിലോ എന്നെ ചേർക്കാം. പുതിയതാണ് എപ്പോഴും ഏറ്റവും മികച്ചത്. തുടർച്ചയായി ഉപയോഗിക്കൂ. ഒരുപാട് ഒറ്റയടിക്ക് കഴിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചളവിൽ സ്ഥിരമായി കഴിക്കുന്നതാണ്. ഇതൊരു നല്ല ആരോഗ്യശീലമായി കൂട്ടിക്കോ. അപ്പോൾ ഏറ്റവും മോശം വഴി? ഏറ്റവും മോശം വഴി മഞ്ഞൾ കെണികൾ. കുരുമുളകോ കൊഴുപ്പോ ഇല്ലാതെ എന്നെ ഒറ്റയ്ക്ക് കഴിക്കുന്നത്. അത് എന്നൊരു ദൗത്യത്തിന് ഉപകരണങ്ങളില്ലാതെ അയക്കുന്നത് പോലെയാണ്. ഞാൻ ശ്രമിക്കും, പക്ഷെ അത്ര ഫലപ്രദമാകില്ല. കൂടുതൽ സമയം ഉയർന്ന ചൂടിൽ എന്നെ വേവിക്കുന്നത്. എന്റെ വിലയേറിയ ചില ഘടകങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും. പാചകത്തിന്റെ അവസാനത്തോടുകൂടി എന്നെ ചേർക്കുക. തക്ഷണമായ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു പ്രകൃതിദത്തമായ സഹായമാണ്. ഒറ്റരാത്രിയിലെല്ലാം ശരിയാക്കുന്നവനല്ല. ക്ഷമയും സ്ഥിരതയുമാണ് പ്രധാനം. വളരെ നന്ദി മഞ്ഞൾ ഗുരോ. അങ്ങിന്ന് അങ്ങയുടെ സ്വർണ്ണ രഹസ്യങ്ങൾ ശരിക്കും വെളിപ്പെടുത്തി. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. മീരക്കുട്ടി, ഇപ്പോൾ പോയി എന്റെ ഈ മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കൂ. എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തൂ. സ്വാഭാവികമായ മാറ്റം അനുഭവിക്കൂ. എന്റെ സ്വർണ്ണ നിയമങ്ങൾ എപ്പോഴും ഓർക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാരും കേട്ടല്ലോ. പച്ച മഞ്ഞൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു യഥാർത്ഥ സ്വർണ്ണനിധി. ഇത് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്കിഷ്ടപ്പെട്ട വഴികൾ ഞങ്ങളെ അറിയിക്കൂ. മഞ്ഞൾ പോലെ തിളങ്ങുക. ആരോഗ്യത്തോടെ ഇരിക്കുക.